നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ന്യായവിലയിൽ ഭക്ഷ്യവസ്തുക്കൾ നൽകാനുള്ള വലിയ ഇടപെടലാണ് സപ്ലൈകോ നടത്തുന്നതെന്ന് പി ചിത്രരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. സപ്ലൈകോ റംസാൻ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ഷൗക്കോട്ട പാലത്തിന് സമീപം പീപ്പിൾസ് ബസാറിലാണ് റംസാൻ ഫെയറിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആലപ്പുഴ കാരുണ്യ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യകിറ്റ് വിതരണം നടത്തി. പ്രദേശത്തെ നിർധനരായ 200-ലധികം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യകിറ്റ് നൽകി കാരുണ്യ സൗഹൃദ വേദി കൈത്താങ്ങായി മാറിയത്. മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായ A. ഷുക്കൂർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭ ഗുരുമന്ദിരം വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. നഗരസഭ ഗുരുമന്ദിരം വാർഡിൽ മൾഗർ പാലത്തിന് സമീപമാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രം തുറന്നിരിക്കുന്നത്. H. സലാം MLA പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നോക്ക വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വായ്പാ വിതരണം നടത്തി. 291 അംഗങ്ങൾ ഉൾപ്പെട്ട 23 ഗ്രൂപ്പുകൾക്ക് 1,96,31,900 രൂപയാണ് വായ്പയായി വിതരണം ചെയ്തത്. അമ്പലപ്പുഴ MLA H. സലാം വായ്പാ വിതരണം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ന്യായവിലയിൽ ഭക്ഷ്യവസ്തുക്കൾ നൽകാനുള്ള വലിയ ഇടപെടലാണ് സപ്ലൈകോ നടത്തുന്നതെന്ന് പി ചിത്രരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. സപ്ലൈകോ റംസാൻ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ശവക്കോട്ട പാലത്തിന് സമീപം പീപ്പിൾസ് ബസാറിലാണ് റംസാൻ ഫെയറിന് തുടക്കം കുറിച്ചത്. ഈ മാസം 30 വരെ പകൽ 10 മണി മുതൽ രാത്രി 8 മണി വരെ റംസാൻ ഫെയർ പ്രവർത്തിക്കുമെന്നും അധികൃതർ സൂചിപ്പിച്ചു. ഉത്സവകാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന സപ്ലൈകോ റംസാൻ ഫെയറിന് ജില്ലയിൽ തുടക്കമായി. ആലപ്പുഴ ശവക്കോട്ട പാലത്തിന് സമീപം പീപ്പിൾസ് ബസാറിലാണ് റംസാൻ ഫെയറിന് തുടക്കം കുറിച്ചത്. പി ചിത്രരഞ്ജൻ MLA സപ്ലൈകോ ജില്ലാ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും പരമാവധി ന്യായവിലയിൽ ഭക്ഷ്യവസ്തുക്കൾ നൽകാനുള്ള വലിയ ഇടപെടലാണ് സപ്ലൈകോ നടത്തുന്നതെന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വില രാജ്യവ്യാപകമായി ഉയരുന്ന ഘട്ടത്തിലും സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയുള്ള ഇടപെടൽ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫെയറിലൂടെ സാധനങ്ങൾ വിലക്കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതെന്ന് പി ചിത്രരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. എല്ലാവർക്കും പരമാവധി ന്യായവിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് സപ്ലൈകോ നടത്തുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലകൾ അമിതമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് കുറേ സാധനങ്ങൾ ന്യായവിലക്ക് കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഇത്തരം ചന്തകൾ ആരംഭിക്കുന്നത്. ഈ റംസാൻ ചന്ത ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുവാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും റംസാന്റെ ആശംസകൾ. സപ്ലൈകോ ആലപ്പുഴ ഡിപ്പോ മാനേജർ S. രാഗേഷ് ചടങ്ങിൽ അധ്യക്ഷനായി. നഗരസഭാ കൌൺസിലർ ഹെലൻ ഫെർണാണ്ടസ് ആദ്യ വിൽപ്പന നടത്തി. ഫെയർ കോർഡിനേറ്റർ VV രമേശ് ചടങ്ങിന് സ്വാഗതവും സപ്ലൈകോ പീപ്പിൾസ് ബസാർ ഷോപ്പ് മാനേജർ KM സലീം നന്ദിയും പറഞ്ഞു. സപ്ലൈകോ ആലപ്പുഴ ജൂനിയർ മാനേജർ S. വനജകുമാരി, PK ജോൺ, CP ശ്രീജ, VM ജസ്റ്റിൻ, M. അരുൺ, പ്രീജ, സൗമി, ഡിപ്പോ ജീവനക്കാർ, പീപ്പിൾസ് ബസാർ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, ജയാരി, കുറുവാരി, മട്ടയരി, പച്ചരി തുടങ്ങി 13ഓളം വിഭവങ്ങൾക്ക് സബ്സിഡിയും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കിഴിവും ഫെയറിൽ നിന്നും ലഭ്യമാകും. ബിരിയാണി അരി, മസാലകൾ തുടങ്ങി 40-ൽ പരം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിപണി വിലയേക്കാൾ കുറവിൽ ഫെയറിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരിയുടെ ഉൽപ്പന്നങ്ങൾക്ക് 30% വിലക്കുറവും റംസാൻ ഫെയറിൽ ലഭ്യമാകും. മാർച്ച് 30 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് റംസാൻ ഫെയറിന്റെ പ്രവർത്തന സമയം. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ കാരുണ്യ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യകിറ്റ് വിതരണം നടത്തി. പ്രദേശത്തെ നിർധനരായ 200-ലധികം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യകിറ്റ് നൽകി കാരുണ്യ സൗഹൃദ വേദി കൈത്താങ്ങായി മാറിയത്. മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായ A. ഷുക്കൂർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ റിനു ബൂട്ടോ അധ്യക്ഷനായി. ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാരുണ്യ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യകിറ്റ് വിതരണം നടത്തി. ആലപ്പുഴ വെള്ളക്കിണർ ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രദേശത്തെ നിർധനരും നിരാലംബരുമായ 200ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തു. മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായ A. ഷുക്കൂർ റംസാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അവരെ എല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതാണ്
ഈ കാരുണ്യ പ്രവർത്തനമാണ് തുടരേണ്ടത്. അശരണരായവരെ, നമ്മുടെ സഹജീവികളെ, മനുഷ്യനെ സഹായിക്കാനാണ് ഈശ്വരൻ നമ്മെ കൽപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മാസം റമദാൻ മാസത്തിൽ ഖുർആൻ പാരായണം നടത്തുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നത് മുഴുവൻ മനുഷ്യനന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അല്ലാതെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതീയമായ ഒരു പ്രവർത്തനമല്ല ഖുർആൻ ആഘോഷിക്കുന്നത്. ഖുർആൻ പറയുന്നത് മനുഷ്യ നന്മയാണ്. ഖുർആൻ വിശദീകരിക്കുന്നത് മനുഷ്യന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. മനുഷ്യ, നീ ഈ വഴിക്ക് പോകണം, അല്ലെങ്കിൽ മറ്റു വഴിക്ക് പോകരുത്, അത് ശരിയായ പാതയല്ല, ശരിയായ ദിശ ഇതാണ് എന്ന് നമ്മെ. പ്രോഗ്രാം ജനറൽ കൺവീനർ റിനു ബൂട്ടോ ചടങ്ങിൽ അധ്യക്ഷനായി. കാരുണ്യ സൗഹൃദവേദി ജനറൽ സെക്രട്ടറി എ ശിവൻപിള്ള ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ജേക്കബ് ബെട്ടിൽ, കേരള ലോയേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ റസാഖ്, മുൻ നഗരസഭാ കൌൺസിലർ ബഷീർ കോയപ്പറമ്പൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റഹീം വെറ്റക്കാരൻ, പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നസീം ചെമ്പകപ്പള്ളി, സേതു രവി, വയലാർ ലത്തീഫ്, അഡ്വക്കേറ്റ് മുഹമ്മദ് അസറുദ്ദീൻ, ഷാജി ജമാൽ എന്നിവർ സംസാരിച്ചു. കാരുണ്യ സൗഹൃദവേദി ഉപാധ്യക്ഷൻ അൻഷാദ് മെഹബൂബ്, ജോയിന്റ് സെക്രട്ടറിമാരായ ബിലാൽ മുഹമ്മദ്, എം നീനു, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി സുരേഷ്, യാസീൻ റഫീഖ്, ഷാനു ബുട്ടോ, എൽ ഷിബു എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ നഗരസഭ ഗുരുമന്ദിരം വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. നഗരസഭ ഗുരുമന്ദിരം വാർഡിൽ മൽഗർ പാലത്തിന് സമീപമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തുറന്നത്. എച്ച് സലാം MLA പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭ ഗുരുമന്ദിരം വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. നഗരത്തിലെ 8ാമത്തെ കേന്ദ്രമാണിത്. തീരദേശ ജനവിഭാഗങ്ങൾക്ക് പ്രയോജനകരമാം വിധം ഗുരുമന്ദിരം മൽഗർ പാലത്തിന് സമീപമാണ് ജനകീയാരോഗ്യ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. എച്ച് സലാം MLA ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അറ്റൻഷൻ നമ്മുടെ ആരോഗ്യകാര്യത്തിൽ നൽകുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ നമ്മൾ താഴെ മുതലേ ശീലിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിലെ ജീവിതക്രമത്തിൽ ഒരുപാട് വ്യത്യാസം കാണാം. അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ മികവിന്റെ ഭാഗമായി, ആരോഗ്യരംഗത്തെ മികവിന്റെ ഭാഗമായി ഒരുപാട് ഉയർച്ച നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ പറ്റും. അത് ഇന്ത്യയിലെ പല കണക്കുമായി ഡാറ്റയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം മുൻപന്തിയിലാണ്. ഇപ്പൊ പ്രസവത്തോടെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഏറ്റവും കുറവ് കേരളത്തിലാണ്. പ്രസവത്തോടെ അമ്മമാർ മരിക്കുന്ന ഏറ്റവും കുറവ് കേരളത്തിലാണ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ആകെ എടുക്കുമ്പോഴും കേരളമാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. സ്ത്രീകളുടെ ആരോഗ്യ ദൈർഘ്യം എടുത്താൽ അത് ഏറ്റവും ഉയർന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇങ്ങനെ ഏത് നിലയിലേക്കുള്ള ഒരു അളവ് പോലെ വെച്ച് നോക്കിയാലും അതിലെല്ലാം ഏറ്റവും ബെറ്ററായ ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം നിശ്ചയമായിട്ട് നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു ആരോഗ്യശീലത്തിൻ്റെയും നമ്മുടെ ജീവിതക്രമത്തിന്റെ ഭാഗമായി ഏറ്റവും പ്രധാന കാര്യമായി പൊതുവിൽ നമ്മുടെ സമൂഹമാകെ നമ്മുടെ ആരോഗ്യകാര്യത്തെ കണക്കാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ആ മികവിലേക്കില്ല നമ്മൾ നിൽക്കുമ്പോഴും സമീപ സമയത്ത് നമ്മുടെ സംസ്ഥാനം ചെന്നുപെട്ട ഒരു കുറവുണ്ട്. ആ കുറവ് ജീവിതശൈലി രോഗത്തിൽ 1ാം സ്ഥാനം കേരളമാണ്. ഇന്നത്തെ നമ്മുടെ സ്റ്റാറ്റസ് അതാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ ഹെൽത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള ഒരു ഡെവലപ്മെന്റ്സ് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഭാഗമായി തന്നെ നമുക്ക് ഇപ്പോൾ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ആ ജീവിതശൈലി അതിൽ തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് ആ രോഗം വരിക എന്നുള്ളത് അതിനകത്ത് നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമായി സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം കാണാം. അപ്പൊ അത് നമ്മുടെ ഭക്ഷണക്രമത്തിന്റെ പ്രശ്നമുണ്ട്. നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന രീതികൾ വന്ന് വ്യത്യാസം നോക്കിയാൽ കാണാം. ഇപ്പൊ എല്ലായിടത്തും രാവിലെ വൈകുന്നേരം ഒരുപാട് പേര് നടക്കുന്നവരെ കാണാൻ പറ്റും. രാവിലെ നടക്കുവാനായിട്ട് ഞാനിപ്പോ ഈ ഒരു ചികിത്സ കഴിഞ്ഞപ്പോൾ ഡോക്ടർ നടക്കുമ്പോൾ ഞാനും നടക്കും. അപ്പൊ നടക്കും ഒരുപാട് പേരെ കാണാൻ നടക്കുന്നത്. ആരോഗ്യ കേന്ദ്രത്തിന് സമീപം ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷയായി. പ്രാഥമിക ചികിത്സയ്ക്കും രോഗപ്രതിരോധത്തിനും അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിനും നഗരത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. ജനറൽ OP, ലബോറട്ടറി, ജീവിതശൈലി രോഗനിർണയം, ഗർഭിണികളെയും കുട്ടികളുടെയും ആരോഗ്യ പരിചരണം എന്നീ ക്ലിനിക്കൽ സേവനങ്ങളും ഉണ്ടാകും. സ്പെഷ്യലൈസ്ഡ് ഡോക്ടറുമായി ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യം, ഗുരുതര രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി തുടർ ചികിത്സാ നിർദ്ദേശങ്ങളും റഫറൽ സേവനങ്ങളും ഉണ്ട്. ഗർഭകാല പരിചരണം സുഗമമായി നടപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച വിവിധ സേവനങ്ങളും കേന്ദ്രത്തിലുണ്ട്. പകൽ 1 മുതൽ രാത്രി 7 വരെയാണ് OP പ്രവർത്തിക്കുന്നത്. ഒരു ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഫാർമസിസ്റ്റ്, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർ എന്നിവരുടെ സേവനമുണ്ടാകും.
12 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളാണ് നഗരസഭ വിവിധ വാർഡുകളിൽ ആരംഭിക്കുന്നത്. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, MR പ്രേം, നസീർ പുന്നക്കൽ, NG സതീദേവി, കൗൺസിലർമാരായ ഹരികൃഷ്ണൻ, P രതീഷ്, സലീം മുല്ലാദ്, B അജേഷ്, മേരി ലീന, CR അരവിന്ദാക്ഷൻ, ക്ലാരമ പീറ്റർ, രമ്യ സുർജിത്ത്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പിന്നോക്ക വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വായ്പാ വിതരണം നടത്തി. 291 അംഗങ്ങൾ ഉൾപ്പെട്ട 23 ഗ്രൂപ്പുകൾക്ക് 1,96,31,900 രൂപയാണ് വായ്പയായി വിതരണം ചെയ്തത്. അമ്പലപ്പുഴ MLA H സലാം വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നോക്ക വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വായ്പാ വിതരണം നടത്തി. 291 അംഗങ്ങൾ ഉൾപ്പെട്ട 23 ഗ്രൂപ്പുകൾക്ക് 1,96,31,900 രൂപയാണ് വിതരണം ചെയ്തത്. H സലാം MLA വായ്പയുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. 5% 4% ആദ്യത്തെ പലിശ. ഇതൊക്കെയാണ് ദേശീയ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ എടുക്കുന്ന വായ്പയിൽ പലിശ അവർ കൂട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് 1% വ്യത്യാസം കൊടുക്കുന്നതായിട്ട് വന്നതാണ്. ഈ 4% 5% പലിശ കണക്ക് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പിന്നോക്ക വികസന കോർപ്പറേഷനും വായ്പ തരുന്നതിന് മുമ്പുള്ള സമയത്തെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത പലിശയുടെ കണക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. അത് 9%, 11% വരെ ഈ പലിശയ്ക്ക് വായ്പ എടുത്തിരുന്നതാണ് നമ്മൾ ബാങ്കിൽ ഇരുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ കുടുംബശ്രീ യൂണിറ്റുകൾ എടുത്ത വായ്പ ആ നിരക്കുള്ള പലിശയായിരുന്നു. അപ്പൊ നേരത്തെ നമ്മൾ എടുത്തതിനേക്കാളും ഏതാണ്ട് പകുതിയും താഴെയുമായി പലിശ നിരക്ക് കുറച്ചിട്ടാണ് നമുക്ക് പോയി വായ്പ ലഭിക്കുന്നത്. ആ ലഭിക്കുന്ന വായ്പ ഈ പറഞ്ഞ പോലെ വലിയ സംഖ്യയാണ്. ഇന്നിപ്പോൾ നൽകുന്ന 23 യൂണിറ്റുകളിൽ 14 ഗ്രൂപ്പിൽ നൽകുന്ന വായ്പ 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഖ്യയല്ല. നമ്മൾ സാധാരണ ഇങ്ങനെ ഒരുമിച്ച് കാണും ആരെങ്കിലും ഈ ലക്ഷങ്ങൾ ഇങ്ങനെ. നമ്മൾ വ്യക്തികളിലേക്ക് നമ്മൾ ഓരോരുത്തരെടുത്ത് നോക്കിക്കും. നമ്മളായെങ്കിലും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഈ 10 ലക്ഷം രൂപയ്ക്ക് ഒരുമിച്ച് അതിനായിട്ടുണ്ടോ? നാലാം ഘട്ട വായ്പയാണ് ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത്. ഇതുൾപ്പെടെ 6,31,94,900 രൂപയാണ് പഞ്ചായത്തിലെ കുടുംബശ്രീകൾക്ക് ആകെ വിതരണം ചെയ്തത്. പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PG സേറസ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സുലഭ ഷാജി, NK ബിജുമോൻ, പിന്നോക്ക വികസന കോർപ്പറേഷൻ മാനേജർ അലോഷ്യസ്, പഞ്ചായത്ത് അംഗങ്ങളായ സീനത്ത്, ഷക്കീല നിസാർ, CDS വൈസ് പ്രസിഡന്റ് സുലഭ ഷിബു എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ കല അശോക് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുന്നപ്ര 10ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും റമദാൻ സന്ദേശ പരിപാടിയും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ ട്രഷറർ കമാലം മക്കീൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുന്നപ്ര 10ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും റമദാൻ സന്ദേശ പരിപാടിയും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ ട്രഷറർ കമാലം മക്കീൽ ഇഫ്താർ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ ഭരണഘടനയിൽ തന്നെ കാരുണ്യ പ്രവർത്തനം അതിന്റെ പ്രധാനപ്പെട്ട ഒന്നായി ലിഖിതമായി എഴുതിച്ചേർത്തിട്ടുള്ളത് അതാദ്യമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലാണ്. മറ്റാർക്കൊക്കെ അതിന്റെ പ്രാധാന്യത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. പരിശുദ്ധ മതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി രൂപീകൃതമായ രാജ്യത്ത് മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി അവരോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റു സമുദായങ്ങളെയും സമൂഹങ്ങളെയും എല്ലാം അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ആലപ്പുഴ ജില്ലയിൽ ആ പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ 10ാം വാർഡിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ യൂണിറ്റ് അത് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ്. ലീഗ് പുന്നപ്ര 10ാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ഇക്ബാൽ താജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബജീവിതം ഇസ്ലാമിൽ എന്ന വിഷയത്തെ അധികരിച്ച് നീർക്കുന്നം MCH ചീഫ് ഇമാം ഹിലാൽ ഹുദവി പുന്നപ്ര പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ സഫീർ PDAക്കൽ, ഷാജഹാൻ പല്ലന, ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി നാസർ ബി താജ്,
പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറി റിയാസ് അൽഫോസ്, ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ്, സെക്രട്ടറി സമദ് പാലമൂട്, അബൂബക്കർ പോളക്കുളം, മുഹമ്മദ് സാലി ഷാനവാസ്, മുഹമ്മദ് രാജ, തൻസി, റസീന സെമി, സൂഫി സാലി, സൈന എന്നിവർ സംസാരിച്ചു. ലീഗ് പുന്നപ്ര 10ാം വാർഡ് കമ്മിറ്റി സെക്രട്ടറി സവാദ് തെക്കേ പുത്തൻപറമ്പിൽ ചടങ്ങിന് സ്വാഗതവും ട്രഷറർ നാസിം പള്ളിവളി നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ന്യായവിലയിൽ ഭക്ഷ്യവസ്തുക്കൾ നൽകാനുള്ള വലിയ ഇടപെടലാണ് സപ്ലൈകോ നടത്തുന്നതെന്ന് പി ചിത്രരഞ്ജൻ എം.എൽ.എ അഭിപ്രായപ്പെട്ടു. സപ്ലൈകോ റംസാൻ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ഷൗക്കോട്ട പാലത്തിന് സമീപം പീപ്പിൾസ് ബസാറിലാണ് റംസാൻ ഫെയറിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആലപ്പുഴ കാരുണ്യ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യകിറ്റ് വിതരണം നടത്തി. പ്രദേശത്തെ നിർധനരായ 200-ലധികം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യകിറ്റ് നൽകി കാരുണ്യ സൗഹൃദ വേദി കൈത്താങ്ങായി മാറിയത്. മുൻ എം.എൽ.എയും KPCC ജനറൽ സെക്രട്ടറിയുമായ ഷുക്കൂർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭ ഗുരുമന്ദിരം വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. നഗരസഭ ഗുരുമന്ദിരം വാർഡിൽ മൾഗർ പാലത്തിന് സമീപമാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രം തുറന്നിരിക്കുന്നത്. H. സലാം M.L.A പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നോക്ക വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വായ്പാ വിതരണം നടത്തി. 291 അംഗങ്ങൾ ഉൾപ്പെട്ട 23 ഗ്രൂപ്പുകൾക്ക് 1,96,31,900 രൂപയാണ് വായ്പയായി വിതരണം ചെയ്തത്. അമ്പലപ്പുഴ M.L.A H. സലാം വായ്പാ വിതരണം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.